ശബ്ദം കേൾക്കാം. എന്റെ കണ്ണടഞ്ഞ പിന്നെ ഇവനെ നോക്കാൻ വേറെ ആരുമില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നീ എന്നെ കാണും. ആമേൻ. 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 യേശുവിന് വേണ്ടി ജീവിക്കുന്നില്ലയോ? തീർച്ചയായും ജീവിക്കും. തീർച്ചയായും. അമ്മ ഇതാരാ? എഴുന്നേപ്പിച്ച് നിർത്തും. മോന് കണ്ണ് കാണുകയല്ല അല്ലേ? എന്നെ കാണാമോ? നിനക്ക് കാണത്തില്ല. കാണാമോ? ശബ്ദം കേൾക്കാം. എന്നെ കാണത്തില്ല. ഇല്ല. നിന്റെ 2 കിഡ്നിയും ഫെയിലായിപ്പോയി. നിനക്ക് കണ്ണിന് കാഴ്ചയില്ല. ഭാര്യ നിന്നെ ഇട്ടിട്ട് പോയി. എല്ലാവരും നിന്നെ വിടക്കന്നെണ്ണി. നിനക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു. വിളിക്കാവുന്ന എല്ലാവരും കൂടെ ഒന്ന് വിളിച്ച യേശുവേ എന്ന്. ഇവൻ കൊടുകുട കരയുന്ന കരച്ചിൽ നിങ്ങൾ കണ്ടോ? ഇന്ന് രാവിലെ യേശു എന്നോട് പറഞ്ഞ ഇവന്റെ ജീവിതം ഇന്ന് രാവിലെ ദൈവം റീസ്റ്റോർ ചെയ്യാൻ പോവാ. ഈ പ്രസാദിന്റെ ജീവിതം തിരിച്ചു വരാൻ പോവാ. ഇന്ന് രാവിലെ തിരുവനന്തപുരം പട്ടണത്തിൽ ആരാധനയ്ക്ക് വന്ന പ്രസാദിന്റെ ജീവിതത്തെ എന്റെ ദൈവം മടക്കി കൊണ്ടുവരാൻ പോവാ. ഒന്ന് കൈയടിച്ച് വിളിക്കാവുന്നവരാ നിങ്ങളുടെ സന്തോഷത്തോടൊന്ന് വിളിച്ച് ഇന്ന് രാവിലെ ഇതിനകത്ത് നടക്കുന്ന ദൈവം പ്രവർത്തിക്കുക. ഞാന് ഈ മോനെ വന്ന് കണ്ടപ്പം ദൈവം എന്നോട് പറഞ്ഞു, ഇവന്റെ കണ്ണിന് കാഴ്ചയില്ല, അവന്റെ കിഡ്നി ഫെയിലായി പോയി, ഡയാലിസിസ് നടക്കുക. ആഴ്ചയിൽ എത്ര നടക്കുന്നേ? ആഴ്ച 3 ഡയാലിസിസ് നടക്കുക. അവന്റെ ഭാര്യ ഇട്ടിട്ട് പോയി. എത്ര നാളായി ഭാര്യ ഇട്ടിട്ട് പോയിട്ട്? 5 വർഷമായി ഭാര്യ പോയിട്ട്. ഒരു കൊച്ചുണ്ട്, കൊച്ചിനെയും കൊണ്ടുപോയി. ആകെ അവൻ ആശ്രയം ഈ അമ്മ മാത്ര. അമ്മ കഴിഞ്ഞ ദിവസം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എൻ്റെ കണ്ണടഞ്ഞ പിന്നെ ഇവനെ നോക്കാൻ വേറെ ആരുമില്ല, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവര്. ഈ അമ്മയും മോനും കുടുകുട കരയുന്നത് കണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ദൈവത്തിൻ്റെ മക്കള് ഇന്ന് രാവിലെ ഒന്ന് പ്രാർത്ഥിച്ച് ഈ വീട്ടിലേക്കൊരു ദൈവത്തിൻ്റെ വിടുതൽ ഒന്നിറങ്ങി വരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്. താമസിക്കുന്ന വീട് സ്വന്തമാണോ? അവിടെ ഒരു പോരാട്ടമുണ്ട്, ഒരു സ്വസ്ഥതക്കേടുണ്ട്. സത്യം ഒരു ശാപമായതിൻ്റെ പിൻപിലുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടത്. അമ്മ എന്നെ വ്യക്തിപരമായി കാണാൻ വരുമ്പോൾ ഞാൻ ആ കാര്യം പറയും. ഒരു ദൂത് ഞാനിപ്പോൾ പറഞ്ഞു വിടുക, ഈ മോന് പൂർണ്ണമായിട്ട് കാഴ്ച കിട്ടും. ഇവനെ ലോഹിമിലെ മുഴുവൻ ആളുകളെയും ഞാൻ ഈ മൈക്ക് ചേർത്ത് വെച്ചപ്പോ പ്രസാദ് പറഞ്ഞു കേട്ടോ, അവൻ എന്നെ കാണത്തില്ല, എന്റെ ശബ്ദം മാത്രമേ അവന് കേൾക്കത്തുള്ളൂ. എന്നെ അവൻ കാണുന്നില്ല, എന്റെ ശബ്ദം അവൻ കേൾക്കുന്നേ. എന്റെ ശബ്ദം കേട്ടാ ഇവന് കരയുന്നേ. ഡോക്ടർമാര് ഒരു ഓപ്പറേഷൻ കൂടെ പറയുക. എന്നത്തേക്കാ? 2-ാം തീയതി ജൂൺ 2-ന്. അവന് പക്ഷെ ഓപ്പറേഷൻ ചെയ്യാൻ മനസ്സില്ല. ഒത്തിരി കീറി മുറിച്ചതായി ശരീരം. നിങ്ങൾ കേട്ടോ, ഈ മോൻ എന്നെ അറിയത്തൊന്നുമില്ല. യൂട്യൂബിൽ ഇത് കേട്ടു വന്ന ഈ അമ്മയോട് പറഞ്ഞു, എനിക്കൊരു ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പ് ഈ പാസ്റ്ററെ ഒന്ന് ശബ്ദം ഒന്ന് എനിക്ക് കേൾക്കണം, അതിന് നിന്ന് ആരാധനയ്ക്ക് വന്നതാവന്. ഒന്ന് വിളിക്കാൻ പറ്റുന്നവരൊന്ന് വിളിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച്. പ്രിയരെ, നിങ്ങളെല്ലാവരും കൂടെ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നാ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടായി പ്രസാദിനെ കാണുന്നേ. എനിക്ക് പ്രസാദ് ആരാന്നൊന്നും അറിയത്തില്ല, ഈ അമ്മ എനിക്കറിയത്തില്ല, ഇവരെ ആരെ എനിക്കറിയത്തില്ല. എനിക്ക് ചെറുപ്പക്കാരനെ കണ്ടപ്പം മനസ്സിൽ ഭയങ്കര സങ്കടം. എൻ്റെ മനസ്സിലെ ആഗ്രഹം ഇന്ന് രാവിലെ പ്രസാദ് വിടുവിക്കപ്പെടണം, പ്രസാദിന് സൗഖ്യം ഉണ്ടാവണം. പ്രസാദേ, നിനക്ക് ജോലി ഉണ്ടായിരുന്നു, നീ ബാങ്കിലായിരുന്നു, നിനക്ക് ആരോഗ്യമില്ലാത്തതുകൊണ്ട് ബാങ്കിൽ നിന്ന് നീ പുറത്തു പോന്നു. ഇന്ന് നിനക്ക് പൈസ ഇല്ല, ഡയാലിസിസ് ചെയ്യാൻ പോലുള്ള നിവർത്തിയില്ല. പക്ഷെ ഞാൻ നിന്നോട് ദൂത് പറയുക, നിനക്ക് ദൈവം കാഴ്ച തരും, നിന്റെ അഗ്നി തിരിച്ചു വരും. നീ എലോഹീമിലെ ഈ സ്റ്റേജിൽ കയറി നിന്ന് ഈ ജനത്തെ മുഴുവൻ നീ കാണും. അതുപോലെ ദൈവം നിനക്ക് വിടുതൽ തരും. ഒന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്ന് വിളിച്ച് ആദരം തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച നാമത്തെ ഒരുമിച്ചൊന്ന് ഉയർത്താൻ പറ്റുന്ന എല്ലാവരും കൂടെ ഇന്ന്
കർത്താവ് എന്നോട് പറയുക, പ്രസാദേ നിനക്ക് വിശ്വാസം ഇല്ലയോ? ഉണ്ട്. തീർച്ചയായും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നീ എന്നെ കാണും. ആമേൻ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എടാ യേശുവിന് വേണ്ടി ജീവിക്കുന്നില്ലയോ? തീർച്ചയായും ജീവിക്കും. തീർച്ചയായും. ഞാൻ എവിടെ മൈക്ക് പിടിച്ചെന്ന് ഞാൻ അറിയത്തില്ല. എടാ അടുത്ത പ്രാവശ്യം നീ മൈക്ക് കാണും, എന്നെ കാണും, ഈ ഓഡിയൻസിനെ മുഴുവൻ കാണും. എലോഹിമിന്റെ സ്റ്റേജിൽ കയറി നിന്ന് യേശുവിനെ ഉയർത്തുമെന്ന് കൈയടിച്ച് അധരമൊന്ന് തുറന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ വിളിച്ച ആ നാമത്തെ ഞാൻ
എന്റെ സമ്പത്താണ്